കണ്ടുകണ്ടിരിക്കുമ്പോഴോ കാണാത്ത നേരത്തോ ഏറെ ഇഷ്ടം കണ്ണനെ കാണാതിരിക്കും കണ്ണനെ പറഞ്ഞാൽ വനമാലയ്ക്കു തിരുമുടിക്കോ രണ്ടിനു നല്ലത്തെ ഒന്നിച്ചിരിക്കുമീ അമ്പാടി കണ്ണറാണേ പറഞ്ഞാൽ വനമാലയ്ക്കു തിരുമുടിക്കോ തുള്ളിത്തൊഴുമ്പുന്ന അമ്പലപ്പുഴയിൽ നാലം അഷ്ടപതിയിലയും തുള്ളിത്തൊഴുമ്പുന്ന അമ്പലപ്പുഴയിൽ നാലം കൽവിളക്കും ചാരി തുള്ളിക്കൊളുമ്പുന്ന അമ്പലപ്പുഴയിൽ ആലമ്പലത്തിൽ ഹൃദയത്തിലൊരു രാഗം ദാരിദ്ര്യ ദുഃഖമാ വെണ്ണയും കണ്ണീരാ പാൽക്കിണ്ണവും ഹൃദയത്തിലൊരു രാഗം ദാരിദ്ര്യ ദുഃഖമാ വെണ്ണയും കണ്ണീരാ പാൽക്കിണ്ണവും വൃന്ദാവന കുളിപ്പിന്നലായി വൃന്ദാവന സാരമായി അഷ്ടവരീരയ തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിൽ ആലമ്പലത്തിൽ കണ്ണനെ കാണാതെ തളർന്നു ഞാൻ കളിത്തട്ടിൽ കൃഷ്ണഗാഥ പാടി വീണുറങ്ങി കണ്ണനെ കാണാതെ തളർന്നു ഞാൻ കളിത്തട്ടിൽ കൃഷ്ണഗാഥ പാടി വീണുറങ്ങി തുള്ളിക്കൊള്ളുന്ന അമ്പലപ്പുഴയിൽ കൽവിളച്ചാരി തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിൽ ആലമ്പലത്തിൽ
ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. വേദരൂപിണി ആരണ്യവാസിനി ചിന്മയി ചക്കുളം വാഴുമമ്മേ. വേദരൂപിണി ആരണ്യവാസിനി ചിന്മയി ചക്കുളം വാഴുമമ്മേ. അത്രമില്ലാത്തതോ ബ്രഹ്മാണ്ട കോടികളെ പെറ്റ മാതാവേ മഹേശ്വരി. അത്രമില്ലാത്തതോ ബ്രഹ്മാണ്ട കോടികളെ പെറ്റ മാതാവേ മഹേശ്വരി. വേദരൂപിണി ആരണ്യവാസിനി ചിന്മയി ചക്കുളം വാഴുമമ്മേ. തെറ്റുകാരെങ്കിലും ഞങ്ങളുടെ പേരിനി ചെറ്റരിഞ്ഞിടാതിരിക്കുമോ ഭഗവതി. തെറ്റുകാരെങ്കിലും ഞങ്ങളുടെ പേരിനി ചെറ്റരിഞ്ഞിടാതിരിക്കുമോ ഭഗവതി. ജ്യോതിസ്വരൂപി ബോധം കളഞ്ഞാലും ഏതിലുമൊപ്പം വിളങ്ങും പ്രസാദിനി അമ്മേ. വേദരൂപിണി ആരണ്യവാസിനി ചിന്മയി ചക്കുളം വാഴുമമ്മേ. സ്നാനം ജപം തപം ഹോമവിദ്യാദികൾ ചെയ്യുവനങ്ങളിൽ കാരുണ്യമേകണേ. സ്നാനം ജപം തപം ഹോമവിദ്യാദികൾ ചെയ്യുവനങ്ങളിൽ കാരുണ്യമേകണേ. എങ്ങിരി ദേവി പ്രേരണയഞ്ജലി ഞങ്ങൾ ചെയ്യുന്നു സമസ്തം നന്ദികേ അമ്മേ. വേദരൂപിണി ആരണ്യവാസിനി ചിന്മയി ചക്കുളം വാഴുമമ്മേ. അറ്റമില്ലാത്തതോ ബ്രഹ്മാണ്ട കോടികളെ പെറ്റ മാതാവേ മഹേശ്വരി. വേദരൂപിണി ആരണ്യവാസിനി ചിന്മയി ചക്കുളം വാഴുമമ്മേ. പൊൻതിങ്കൾ കല പൊട്ടുതൊട്ട ഹിമവംശൈരാഗ്രശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന് വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുളിതൻ മുത്താള ഡുംഡും രവം തത്വത്തിൻ പൊരുൾ
ഹൃദയത്തോടാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം സത്യശിവ സൗന്ദര്യങ്ങൾ ഭദ്രപീഠമീ ശൈലം ശിവശൈലം സത്യശിവ സൗന്ദര്യങ്ങൾ ഭദ്രപീഠമീ ശൈലം ശിവശൈലം സത്യശിവ സൗന്ദര്യം ആദിയുഷസുപ്പിടമോ ഇവിടെ ആദിമനാദം തരംഗമുണർന്നു ആദിയുഷസുപ്പിടമോ ഇവിടെ ആദിമനാദം തരംഗമുണർന്നു പ്രപഞ്ചദർശന മൂല്യങ്ങൾ പ്രപഞ്ചദർശന മൂല്യങ്ങൾ സത്യശിവ സൗന്ദര്യം ആദിമഹസുരോ തപസപാദിതങ്ങൾ വിടർന്നു തപസപാദിതങ്ങൾ വിടർന്നു താണ്ഡവകേളിയുണർന്നു ഉണർന്നു ഉണർന്നു സത്യശിവ സൗന്ദര്യോകരണം ഭദ്രപീഠമീ ശൈലം ശിവശൈലോ സത്യശിവ സൗന്ദര്യോകരണം ഭദ്രപീഠമീ ശൈലം ശിവശൈലോ സത്യശിവ സൗന്ദര്യോ ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിമോചിത വാമഭാഗം നാരായണ പ്രിയമനംഗമതാവതാരം വാരാണസി ഭഗവതി വിശ്വനാഥം നാദ ശരീര ഭേദവിഹാര ജീവേശ്വര ശങ്കര നാദ ശരീര ഭേദവിഹാര ജീവേശ്വര ശങ്കര പ്രാണമേ
శంకర నాద శరీరా సరి సరి నడలు సిరి సిరి మొగులుగా పోలు మెరిసే మురుగులు మురిసే పదము చిరుచిరు నవ్వులుగా పోలు ఉరుమే ఉరుములు సరి సరి నడలు సిరి సిరి మొగులుగా పోలు పరవశాన శివశుగంగా అరకు జారిన శివగంగా పరవశాన శివశుగంగా అరకు జారిన శివగంగా నా గానలగరి నోముంగా ఆనంద విష్టిరై తడవంగా శంకర నాద శరీర పరా వేద విహార జీవేశ్వర శంకర 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 జయ జయ భాగవత దేవ జయ జయ భాగవత జయ జయ రాధా కృష్ణ స్వరూప జయ జయ భాగవత దేవ జయ జయ భాగవత జయ జయ భాగవత దేవా జయ జయ భాగవత జయ జయ రాధా కృష్ణ స్వరూప జయ జయ భాగవత దేవ జయ జయ భాగవత పద కమల కృష్ణ వందన కరయుగల కుంకుమ పంగిల భక్తరతనవ శుభదయదనదీన జయ జయ భాగవత దేవా జయ జయ భాగవత జయ జయ రాధా కృష్ణ స్వరూప జయ జయ భాగవత దేవ జయ జయ భాగవత దధి పవనీధరా కృష్ణ తరుణీ చిత్తహరా జయా పాలయ నమో तुलसी रामधरा देव जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता गोवर्धन धरमा गोपी जनरमण गोमण पल्लव सुंदर चरण योगिन मधुवचन जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा
സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത നാരായണ വര ഭട്ടതിരീകൃത മുനിവര ശുഭവന ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത जय जय राधा कृष्ण स्वरूप जय जय भागवत जय जय भागवत प्रियही कृष्ण वृंदावन रसिका मंडल पाद सरोज युगा जय जय भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत जय जगदीश हरे कृष्ण जय जगदीश हरे जय गुरु माधव पंडित राधा जय जगदीश हरे देवा जय जय भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत देवा जय जय भागवत देवा जय जय भागवत Govinda
കൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്ദിൽ സകലം തസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ ജഗദംബികായേതി സമർപ്പയാമി. സർവം ശ്രീ മഹാദേവ തൃപാദങ്ങളിൽ സർവം സമർപ്പയാമി. കരചരണഘട്ടം കായികം കർമ്മജം വാ ശ്രവണനൈരജം വാ മാനസം വാ അപരാധം വീതമവീതം വാ സർവമേതം ക്ഷമസ്വ. ശിവശിവകരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. നാളെ ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണമുണ്ട്. ഉത്സവ ബലിക്ക് വിളക്ക് വെച്ചാല് പിന്നീട് ദേവനെ ആഹ്വാനം ചെയ്യുക എന്നൊരു ക്രിയ ആരംഭിക്കും. അതായത് മരപ്പാണി എന്നാണ് അതിന്റെ വിശേഷം. രണ്ട് പാണികളാണ്, ഒന്ന് മരപ്പാണിയും ഒന്ന് തിമിലപ്പാണിയും. നമ്മളോർക്കും ഈ വാദ്യത്തിലിട്ട് കലാകാരന്മാരെ അങ്ങോങ്ങ് അടിക്കുക എന്നുള്ളതാണ്. ഇതല്ല ഇവിടെ. ആ വാദ്യത്തിലൂടെ മന്ത്രജപമാണ് അവിടെ നടത്തപ്പെടുന്നത്. പാണിവാദ്യം കൃത്യമായി പഠിക്കാതെ ചെയ്താൽ ആ ആളിന്റെ കുലം നശിക്കുമെന്ന അവസ്ഥ. ദേവനെ പുറത്തേക്ക് ആഹ്വാനം ചെയ്യുന്നതാണ് പാണികൊട്ടൽ എന്ന് പറയുന്നത്. അത് തിമിലപ്പാണി, ശ്രീ ഭൂതബലിക്ക് തിമിലപ്പാണിയും, ഉത്സവബലി ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് മരപ്പാണി. ഇങ്ങനെ വലിയ ക്രിയയ്ക്കാണ് മരപ്പാണി ഉപയോഗിക്കുക. അപ്പൊ മരപ്പാണി ഉപയോഗിക്കുന്ന ആ വാദ്യം കൈകാര്യം ചെയ്യുന്ന ആള് തന്ത്രിയെ പോലെ തട്ടുടുത്ത് പാശം ധരിച്ച് വളരെ നിഷ്ഠയോടുകൂടി അതിനെ അനുഷ്ഠിക്കണമെന്ന്. അതാണ് വ്യവസ്ഥ. ദേവനെ ശ്രീലകത്ത് നിന്ന് പുറത്തേക്ക് സ്വീകരിക്കുന്ന ക്രിയയാണ് മരപ്പാണി. അതിനുശേഷമാണ് പിന്നീട് ഓരോ ഈ ഭഗവാന് നമുക്കിപ്പോ കാണാവുന്നതാണ്. അതിന്റെ ചുറ്റും ധാരാളം കല്ലുകളൊക്കെ ഉണ്ട്, ശിലകള്. അത് ദേവന്റെ പരിവാര ദേവതകൾ എന്നാണ്. ഗൃഹനാഥൻ എന്ന് പറയുന്നത് വീട്ടിലെ അച്ഛനാണ്. ആ അച്ഛനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് അമ്മ, മക്കൾ, ഇങ്ങനെയൊക്കെ വരിക. അതേപോലെ മഹാദേവന്റെ പരിവാര ദേവതകളാണ് ആ ശിലയിലൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ ചുറ്റാകെ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഈ ദേവതകള് വലത്ത് ആദ്യമായി വരണമെന്നാണ്. ആ ശിലകള് നമുക്ക് വലത്ത് ഭാഗമാകണം പ്രദക്ഷിണം ചെയ്യും. ആ ദേവതകളിലെ, ആ ശിലകളിലുള്ള ദേവതകളെ ദേവനെ എങ്ങനെയാണ് പൂജ കഴിക്കുക അതേപോലെ പൂജിച്ച് ദേവനെ സാക്ഷി നിർത്തിക്കൊണ്ട് പൂജ കഴിച്ച് നിവേദ്യം അർപ്പിക്കുക. ഉത്സവ ബലിയുടെ പ്രത്യേകത ഏതാ? ശിവേലിക്കും ശ്രീഭൂതബലിക്കും പൂജയില്ല. അതിന് പഞ്ച അലങ്കാരം എന്നൊരു നിയമമുണ്ട്. മുദ്ര കാട്ടി പൂജിക്കുക എന്ന് അതിന് പറയുക. എന്നാൽ ഉത്സവ ബലി ചെയ്യുമ്പോൾ എല്ലാ ദേവതകളും ഓരോ ശിലയിൽ ഏതെല്ലാം ദേവതകളാണോ ആ ദേവതയെ പൂജിച്ച് ദേവനെ സാക്ഷി നിർത്തി ആ ദേവതയ്ക്ക് നിവേദ്യം കൊടുക്കുക. ഉത്സവത്തിന്റെ ഏറ്റവും വലിയ ക്രിയയാണ് ഉത്സവ ബലി. ഇവിടെ മഹാദേവനും മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യമായതുകൊണ്ട് നാളെ മഹാദേവന് ഉത്സവ ബലി, അടുത്ത ദിവസം മഹാവിഷ്ണുവിന് ഉത്സവ ബലി. അതിന്റെ ചുറ്റാകെയുള്ള ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരതി, വരുണൻ, വായു, സോമൻ, ഈശാനൻ, ബ്രഹ്മൻ, അനന്തൻ, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ദുർഗ,
കുബേരൻ, ഇങ്ങനെയൊക്കെ ദേവതകൾ അവിടെ ഉണ്ട്. എന്നിട്ട് തെക്കേ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു 9 ശിലകളുള്ള ഒരു പീഠം കാണും. അതില് സപ്തമാതൃക്കൾ, വീരഭദ്രൻ, ഗണപതി, ആകാശമാതൃക്കൾ, പിന്നെ 4 മാതൃക്കൾ. ഇങ്ങനെ ഏറ്റവും വലിയൊരു ക്രിയയാണ് സപ്തമാതൃ ബലിയിൽ നടക്കുന്നത്. ആ സമയത്താണ്. അതുവരെ ക്ഷേത്രം ആർക്കും പ്രവേശനമില്ല. വിളക്ക് വെച്ച പിന്നെ പ്രവേശനമില്ല. ആരും പരാതിയൊന്നും പറയണ്ട. ഇത്രയും നാളും ഇങ്ങനെ ഒരു സംവിധാനം ഒന്നും ഇവിടെ ഇല്ലല്ലോ. പിന്നെ എന്താ പുതിയ അവസ്ഥ? ഞങ്ങൾ തൊഴാൻ വരുമ്പോൾ അമ്പലം തുറന്നിരിക്കണ്ടേ? അതൊക്കെ നമ്മുടെ പിടിവാശി. അറിയാൻ വയ്യായിട്ട് നമ്മൾ പരാതി പറയുന്നത് അങ്ങനെ പാടില്ല. ദേവനെ പുഴത്തേക്ക് എഴുന്നള്ളിച്ചാൽ ഒതുങ്ങി നിൽക്കുക. ആ ദീപത്തിന് മുറിയാൻ പാടില്ല. അതായത് പാണിവിളക്കും തന്ത്രിവര്യനും ഭഗവാനും അതിനിടയെ കൂട്ടി നമുക്ക് സഞ്ചരിക്കാൻ നിയമമില്ല ഇവിടെ. അതുകൊണ്ടാണ് ശ്രീഭൂതബലിയൊക്കെ നടത്തുമ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കാൻ പറയും. ആ ഭഗവാന് പുറകെ നമ്മൾ അനുഗമിക്കണമെന്നാണ്. നമഃശിവായ ജപിച്ചെന്ത് ചെയ്യുക, നടക്കുക. ഭഗവാനോടൊപ്പം ഒരേ ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യാൻ പറ്റും. അത് ശ്രീവേലി എഴുന്നള്ളിപ്പിലും ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിലും അല്ലേ പ്രസന്ന സാറ്? അല്ലാതെ നമ്മൾ പ്രദക്ഷിണത്തിന് നമ്മൾ ഒറ്റയ്ക്ക് പ്രദക്ഷിണം. ഈ ഉത്സവകാലത്ത് മാത്രമേ ഭഗവാനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഇപ്പൊ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ കാഴ്ചക്കാരെ പോലെ നിൽക്കുകയെ ഒരു പ്രോഗ്രാം കാണുന്നവർ. അതല്ല ഇവിടെ ആ പ്രദക്ഷിണം നമ്മൾ ചെയ്യുമ്പോൾ ആ ദേവതകളുടെ അനുഗ്രഹം കൂടി നമുക്ക് ഉണ്ടാവുന്ന, ദേവതകളെ തൃപ്തിപ്പെടുത്തുന്ന, അതിന് ബലി നിവേദ്യ ഹവിസർപ്പിക്കുക എന്നുള്ളത്. ഇപ്പോ ഉടനെ വരും പുറത്തേക്ക് ഭഗവാൻ. 2 ദേവന്മാര് ഒരുമിച്ച് എഴുന്നള്ളുന്നൊരു ഭാഗ്യമാണ്. അതൊക്കെ കാണാൻ പറ്റുമെന്ന് സാരമല്ല. പിന്നെ നാളെ ഈ വിളക്ക് വെച്ച് പാണി കൊട്ടിച്ച് നടയങ്ങ് അടച്ചാൽ, ചുറ്റമ്പലം അടച്ചാൽ പിന്നീട് നമുക്ക് പ്രവേശനമുള്ളൊരു സമയമുണ്ട്. അത് സപ്തമാതൃക്കൾക്ക് പൂജ കഴിച്ച് ബലി നിവേദ്യ അർപ്പിച്ച് അതിന്റെ ഭഗവാന് രാജ ഉപചാരങ്ങളോടുകൂടി ആരാധന കഴിക്കും. ആലവട്ടം, വെഞ്ചാമരം ആ തെക്ക് ഭാഗത്ത് മനോഹരമായി അലങ്കരിക്കും. അത് പുതിയ വസ്ത്രം വിധാനിച്ച് പുഷ്പമാല്യങ്ങളും കൊടിത്തോരണങ്ങളെ കൊണ്ട് അലങ്കരിച്ച് ദേവനെ പടിഞ്ഞാറോട്ട് അഭിമുഖമായി, ആ ദേവതകൾക്ക് അഭിമുഖമായി എഴുന്നള്ളിച്ചിരുത്തി എന്നിട്ടാണ് അവിടെ അതിന്റെ ക്രിയ അനുഷ്ഠിക്കുക. അപ്പൊ അതിന്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോഴാണ് അവിടെ തന്ത്രിവര്യൻ ആരാധന കഴിക്കുക. ആ സമയത്താണ് നമ്മള് ആ ദർശനം, ഉത്സവ ബലി ദർശനം അപ്പോഴാണ്. അപ്പൊ ആ സമയത്ത് ദിവ്യ കാണിക്ക സമർപ്പിക്കുക. എല്ലാവരും ആ സമയത്ത് ഒരു നാണയമെങ്കിലും സമർപ്പിക്കണമെന്നാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വലിയൊരു സമർപ്പണം വേറെ ഇല്ല ഇവിടെ. ഉത്സവ ബലി വളരെ അധികം പ്രാധാന്യമുള്ള ഒരു ക്രിയയാണ്. ഇപ്പൊ ദേവതകളെ പ്രത്യേകം പൂജ കഴിച്ച് ദേവനെ സാക്ഷി നിർത്തി ദേവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ക്രിയയാണ് ഉത്സവ ബലി. ഇപ്പൊ നമ്മളെ ചുറ്റമ്പലത്തിന് വെളിയിലേക്ക് അവിടെ വലിയ ബലിക്കൽ എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. ആസുരീക ഗുണങ്ങളെ നശിപ്പിക്കുക. അതുകൊണ്ട് ആ വലിയ ബലിക്കലിനെ മറികടന്ന് നമ്മളകത്തേക്ക് നമ്മുടെ ഉള്ളിലുള്ള മൃഗീയമായ വാസനകളെ നശിപ്പിക്കുന്നതാണ് വലിയ ബലിക്കൽ. അവിടെയും ദേവതകളുണ്ട്. നമുക്ക് അതിന് ചുറ്റാകെ 8 ശിലകളുണ്ടെന്നാണ്. ദേവതകളായതൊക്കെ. തുടർന്ന് ഈ ഭഗവാന്റെ ചുറ്റമ്പലത്തിന് ചുറ്റാകെ ശിലകളുണ്ട്. അത് ധ്വജദേവതകളുണ്ട്, അഷ്ടദിക്പാലകരുടെ സമാനമായ ദിഗ്ദേവതകളുണ്ട്, ഭൂതഗണങ്ങളുണ്ട്. ഇതിനെ ശീഘ്രബലി എന്ന് പറയും, ഓട്ടപ്രദക്ഷിണം. അതായത് നമുക്ക് ഈ ദൃഷ്ടിഗോചരമല്ലാത്ത അനേകം ചൈതന്യങ്ങള് ഈ ദേവനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ടെന്നാണ്. അപ്പോ അകത്തെ ദേവതകളും പുറത്തെ ദേവതകളും ദേവൻ അഭിമുഖമായിട്ട് ഉള്ളെന്നാ പറയുക. അകത്തെ ദേവതകൾക്ക് പൂജാരി അഭിമുഖമായിട്ട് തെക്കോട്ട് നിന്നാണ് ബലി കഴിക്കുന്നതെങ്കിൽ പുറത്തു വരുമ്പോ നേരെ തിരിച്ചു നിൽക്കും. പുറത്തെ ദേവതകള് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു, അതാ അവസ്ഥ. അകത്തെ ദേവതകൾ ദേവന് അഭിമുഖമായിട്ടിരിക്കും. അപ്പോ അവര് ഏത് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നു, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനെ കുറിച്ച് നമുക്ക് ഗൗരവമായി മനസ്സിലാക്കണം. കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകണം. അപ്പോ ഇപ്പോഴാണ് ശരിക്കും കൊടിമരം വന്നത് മുതലാണ് ഇവിടെ ഉത്സവം എന്ന് പറയുന്ന പദം അന്വർത്ഥമാകുന്നത്.
ഉത്സവം എന്ന് പറഞ്ഞാൽ ദേവന്റെ ചൈതന്യം ഉയർത്തി ഈ ഗ്രാമ അന്തരീക്ഷത്തിലേക്ക് വ്യാപരിപ്പിക്കുന്ന പ്രക്രിയയാണ് ധ്വജാരോഹണം. ഒരു റേഡിയോ നിലയത്തിൽ നിന്നും സംപ്രേഷണം ചെയ്യുന്ന വിഷയങ്ങളെ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ശ്രവിക്കാൻ സാധിക്കുന്നു, അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന അതേ പ്രക്രിയ തന്നെയാണ് ധ്വജാരോഹണം, കൊടികയറ്റം. ഒരു വർഷത്തിൽ ദേവന് വന്നിരിക്കുന്ന ചൈതന്യ ലോപങ്ങൾ, അത് ഭക്തജനങ്ങളുടെ അശ്രദ്ധമായ ദർശന രീതി കൊണ്ട്, നമ്മളുടെ സ്വഭാവ വൈകല്യം കൊണ്ട് ദേവന് മന്ത്രലോപം, ചൈതന്യലോപം വരാം. പൂജാരിമാരുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുക, പൂജാദ്രവ്യങ്ങളുടെ ശുദ്ധിയില്ലായ്മ വരാം, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളുടെ മലിനത കൊണ്ട് വരും. ഇങ്ങനെ പല പ്രകാരേണ ദേവന് വരുന്ന ചൈതന്യ ലോപത്തെ, ആ ലോപം അതിന്റെ മലിനതയെ ദൂരീകരിച്ചുകൊണ്ട് ദേവചൈതന്യ കലകളെ പൂർണ്ണമാക്കുന്ന അവസ്ഥയാണ് ഉത്സവക്രിയ എന്ന് പറയുന്നത്. ധ്വജാരോഹണം മുതൽ ധ്വജ അവരോഹണം വരെയുള്ള എല്ലാ ക്രിയകളും വളരെ ഗൗരവമുള്ള ക്രിയയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുടത്തിൽ പ്രതിഷ്ഠ കഴിച്ചപ്പോ ക്ഷേത്രാചാര്യൻ 100% ചൈതന്യത്തെ അവിടെ ഉറപ്പിച്ചിരുന്നു. എന്നാൽ ആ കുടത്തിൽ നിറച്ചു വെച്ച ചൈതന്യത്തിന് ലോപം സംഭവിക്കുമ്പോ അതിന്റെ കുറവിനെ പരിഹരിക്കുന്നതാണ് ഉത്സവം, അതിന്റെ ക്രിയകളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ. അതിനാണ് കലാസ്തു